friends, again welcome to my channel. It's me PRAMEESHA. നമുക്ക് ഇന്നൊരു സ്റ്റിച്ചിങ് പ്രാക്ടീസ് വീഡിയോ ചെയ്യാം. ഒരു ഡ്രസ് ഡിസൈൻ ചെയ്ത് നല്ല നീറ്റായി ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ സ്റ്റിച്ചിങ് പ്രാക്ടീസ് കൂടിയേ തീരൂ. അപ്പോൾ അതിന് ടേണിങ്സ്, ആംഗിൾസ്, സർക്കിൾസ്, കർവ്സും ഒക്കെ തയ്ച്ച് നല്ല പരിചയമുള്ളവർക്ക് മാത്രമേ വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിക്ചേഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് സ്റ്റിച്ചിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്ക്വയർ വരച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് ലൈൻസും വരച്ചിട്ടുണ്ട്, അതുപോലെ സർക്കിൾ വരച്ചിട്ടുണ്ട്, വേവ്സും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഇന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഷീനിൽ നമ്മൾ നൂലിടാതെ സൂചി കൊണ്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തുണിയിലേക്ക് ഇതുപോലെ തുണി കട്ട് ചെയ്തെടുത്ത്, വൈറ്റ് ക്ലോത്ത് ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ കർവ്സും വേവ്സും സർക്കിൾസും ഒക്കെ വരച്ചെടുത്തിട്ട് നൂലിട്ട് കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തയ്ക്കുന്നതിന് മുൻപായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, തയ്ക്കുന്ന തുണി എപ്പോഴും മെഷീൻ്റെ ഇടതു ഭാഗത്തായിട്ടാണ് സജ്ജീകരിക്കേണ്ടത്. അതുപോലെ ബാലൻസ് വീല് കറക്കുന്ന ദിശ എപ്പോഴും തയ്ക്കുന്ന ആളിന് നേർദിശയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ പ്രഷർ ബാർ ലിഫ്റ്റർ ഒന്ന് മുകളിലേക്ക് പൊക്കി വെച്ച് ബാലൻസ് വീൽ കറക്കി നീഡിൽ മുകളിലേക്ക് ഉയർത്തുക. അതിനുശേഷം തയ്ക്കാനുള്ള ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് ആരംഭിക്കാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഭാഗം ഒന്ന് പ്രഷർ ഫുട്ടിന് അടിയിലാക്കി വെച്ച് പ്രഷർ ബാർ ലിഫ്റ്റർ താഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ പേപ്പർ ഇവിടെ ഫിറ്റായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നീഡിലൊന്ന് താഴ്ത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തയ്ച്ച് തുടങ്ങാം. തയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ പേപ്പർ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഓരോ ആംഗിളിലും ഈ ഓരോ പോയിന്റിലും എത്തുമ്പോൾ സൂചി ആ പോയിന്റിലേക്ക് താഴ്ത്തി കൊടുക്കുക. സൂചി താഴ്ത്തി കൊടുത്തതിന് ശേഷം പ്രഷർ ബാർ ലിഫ്റ്റർ മുകളിലേക്ക് പൊക്കി വെച്ച് ഈ പേപ്പർ ഒന്ന് തിരിച്ചു വയ്ക്കുക. നമുക്കിനി ഈ ഒരു ഡിറക്ഷനിലോട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡിറക്ഷനിൽ ലെവലാക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പ്രഷർ ബാർ ലിഫ്റ്റർ താഴ്ത്തി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, വീണ്ടും നമുക്ക് ഈ പോയിന്റിൽ വരുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് പ്രഷർ ബാർ ലിഫ്റ്റർ പൊക്കി വെക്കുക. നമ്മൾ ഇതൊന്ന് തിരിച്ചു കൊടുക്കുക. ഓക്കെ, വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഏകദേശം തയ്ച്ച് കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പം ഇത് തോന്നിയ ദിശയിലോട്ടൊക്കെ പോവും. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കേണ്ട, നിങ്ങൾക്ക് വീണ്ടും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നമ്മൾ ഇത് ആ പോയിന്റിൽ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ഹോൾസ് കാണാൻ പറ്റും, സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഹോൾസ് കാണാനായിട്ട് പറ്റും. നീറ്റായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരച്ചെടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്തതായി നമുക്ക് സർക്കിളിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സർക്കിളിൽ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ അകത്തെ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂചി താഴ്ത്തി വെച്ച് പ്രഷർ ഫുട്ട് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച്, ഒത്തിരി സ്പീഡ് ഇല്ലാണ്ട് നമ്മൾ സ്പീഡ് കുറച്ച് തയ്ക്കുക കേട്ടോ.
നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇത് തീർച്ചയായും വീട്ടിൽ വെച്ചിട്ട് ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾക്കിപ്പോൾ ഫീ കൊടുത്ത് പഠിക്കാൻ പോയാൽ പോലും ഇങ്ങനെയൊരു സ്റ്റിച്ചിങ് പ്രാക്ടീസ് ക്ലാസ് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക. കാരണം നമ്മൾ ചുരിദാറൊക്കെ ഷേപ്പ് കൊടുക്കാനും അതിനകത്ത് പല രീതിയിൽ ഡിസൈൻ ചെയ്യണമെങ്കിലൊക്കെ ഇതുപോലെ ഷേപ്സിൽ കൂടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ആയെങ്കിൽ മാത്രമേ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്ക്വയറിൽ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് കെട്ടിട്ടിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കെട്ടുകൾ ഇട്ട് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത്രയും തയ്ച്ചതിനൊന്നും കാര്യം ഉണ്ടാവില്ല, അഴിഞ്ഞു പോരും, നൂല് മൊത്തം അഴിഞ്ഞു പോരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് നൂലിടുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്പൂൾ പിൻ എന്നാണ് ഇതിന് പറയുന്നത്. സ്പൂൾ പിന്നിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ത്രെഡ് ഗൈഡ് എന്നാണ് ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്, ആ സ്ലിറ്റിലൂടെ എടുക്കുക. ഈ ത്രെഡ് ഗൈഡിലൂടെ എടുത്തതിന് ശേഷം താഴോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ടെൻഷൻ ഡിസ്ക് ഉണ്ട്, ആ ഡിസ്കിലൂടെ എടുത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് വന്ന് ഇതിന് ടേക്ക് അപ്പ് ലിവർ എന്നാണ് പറയുന്നത്. നമുക്ക് മെഷീൻ്റെ പാർട്സൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് എന്ന സബ്ജക്റ്റിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ലാസ് ചെയ്യാം കേട്ടോ, മെഷീൻ്റെ പാർട്സൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ടേക്ക് അപ്പ് ലിവറിലൂടെ എടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതിന് സ്ലാക്ക് ത്രെഡ് റെഗുലേറ്റർ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നൂല് സൂചിയിലോട്ട് ഇട്ട് കൊടുക്കുക. സൂചിയുടെ അറ്റം പിടിച്ചിട്ട് അങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് അങ്ങോട്ടേക്കായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ ബോബിനും കേസും നമ്മൾ എന്ത് ചെയ്യണം, ഇത് കേസാണ്, ഈ കൂടാണ് കേസ്, ഇത് ബോബിൻ. ഈ നൂല് ചുറ്റുന്നത് ബോബിൻ. ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ നൂല് ഇവിടെ ഒരു ചെറിയ സ്ലിറ്റ് ഉണ്ട്, അതിലൂടെ ഇങ്ങനെ എടുത്ത് കണ്ടില്ലേ, ഇതിന് ഡെലിവറി ഹോൾ എന്നാണ് പറയുന്നത്. ഇതിലേ ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലൈഡ് പ്ലേറ്റ് ഒന്ന് നീക്കി കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് പതുക്കെ മുകളിലത്തെ നൂലിൻ്റെ അറ്റത്തൊന്ന് പിടിച്ചിട്ട് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ താഴത്തെ നൂലിങ്ങനെ ഇതിലോട്ട് കുരുങ്ങി വരും, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് സ്ക്വയറിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. കെട്ടിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ കെട്ടിടുന്നതിന് മുൻപായിട്ട് ഈ പ്രഷർ ബാർ ലിഫ്റ്റർ ഒന്ന് കൈകൊണ്ട് മുകളിലേക്ക് ഒന്ന് പൊക്കി വെക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ ഇപ്പോൾ ഇത് പേപ്പറാണ്, തുണി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ കെട്ട് വീഴും. അപ്പോൾ അത് സ്പീഡിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് സ്ലോ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ തയ്യൽ അവസാനിപ്പിച്ച് നിർത്തുമ്പോഴും ഇതുപോലെ നമ്മൾ കെട്ടിയിടുക കേട്ടോ. ഓക്കെ, നമുക്കിതിൽ ഈ സ്ക്വയർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. പോയിന്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ കെട്ടിട്ടിട്ട് വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും കെട്ടിടണം, അല്ലെങ്കിൽ ആ തയ്യൽ അഴിഞ്ഞു പോരും. ഓക്കെ, ഓരോ കോർണറിലെത്തുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് പ്രഷർ ഫുട്ട് പൊക്കി വെച്ച് അതിൻ്റെ റൊട്ടേഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. റൊട്ടേഷൻ അല്ല, ഡിറക്ഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. വീണ്ടും ഓരോ കോർണറിലും വരുമ്പോൾ അതുപോലെ ഇത് ത്രെഡ് കട്ട് ചെയ്തെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം.
ആദ്യം ഈ ബാലൻസ് വീല് കറക്കിയിട്ട് സൂചി മുകളിലോട്ട് വെക്കുക. അതിനുശേഷം ഇതാ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് പതുക്കെ എടുക്കുക. മുകളിലെ ത്രെഡും താഴത്തെ ത്രെഡും കട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഓരോന്ന് തയ്ച്ച് വരുമ്പോൾ നമുക്ക് ത്രെഡ് ഇട്ടത് കാരണം പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമ്മളിതിൽ ഇത് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കുകയാണെങ്കിൽ എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. അല്ലാത്തവർക്ക് ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.